ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനകത്തു നിന്നും മാധ്യമങ്ങളെ കണ്ട കൊച്ചി മേയറുടെ നടപടി വിവാദത്തിൽ. മേയർ അനിൽകുമാറിനെതിരെ പരാതി നൽകുമെന്ന് ദീപ്തി മേരി വർഗീസ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കിയിരിക്കെ മേയർ ചെയ്തത് ചട്ടലംഘനമാണ്. ഇതിനെതിരെ കളക്ടർക്ക് പരാതി നൽകും. ബ്രഹ്മപുരത്തെ യഥാർത്ഥ മുഖം മാലിന്യ കൂമ്പാരമാണെന്നും 4 വർഷങ്ങൾക്കിപ്പുറവും കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നും ദീപ്തി കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെയായിരുന്നു മേയർ ബ്രഹ്മപുരം പ്ലാന്റ് സന്ദർശിച്ചത്. ഇന്നിപ്പോൾ മേയർ എം അനിൽകുമാർ വലിയ ചട്ടലംഘനമാണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ചട്ടലംഘനമാണ് കാണിച്ചിരിക്കുന്നത്. കൊച്ചി നഗരസഭയുടെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന കൊച്ചി നഗരസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ബ്രഹ്മപുരം പ്ലാന്റിനകത്ത് കയറി തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ പ്ലാന്റിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആ പ്ലാന്റ് തുറപ്പിച്ചു വെച്ച് അതിനുള്ളിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു, ഈ പദ്ധതി ഞങ്ങളുണ്ടാക്കിയതാണ്, CPM ആണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഇലക്ഷൻ ചട്ടലംഘനമാണ്. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്കും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും കളക്ടർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ചട്ടലംഘനം നടത്തിയ മേയർ അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. കൊച്ചി നഗരം ഇതുവരെ കാണാത്ത CBG പ്ലാന്റ് അഭിമാനത്തോടു കൂടി ഞാനിന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. മേയർഷിപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും ബ്രഹ്മപുരം യഥാർത്ഥ ചിത്രം കാണിക്കാമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും കരുതി കാണും മേയർ ഞങ്ങളെ ചിലപ്പോൾ പറ്റിക്കുകയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ബ്രഹ്മപുരം ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണിക്കുകയാണ്. BSF പ്ലാന്റിൻ്റെ ദൃശ്യം 3 കൊല്ലം കഴിഞ്ഞിട്ടും ആ പ്ലാന്റ് എത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾ അപ്കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് അന്ന് ഞങ്ങളോടൊപ്പം വന്ന എല്ലാ മാധ്യമപ്രവർത്തകരും ഇപ്പോൾ കണ്ടു. ഇപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായി നമ്മുടെ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പ്ലാന്റ് 2 എണ്ണം സൂക്ഷിക്കുകയാണ്, 50 ടൺ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ CBG പ്ലാന്റിലാണ്. ഈ CBG പ്ലാന്റിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് തീർന്നു, നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിശദാംശങ്ങൾ നൽകാനായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ലിഡിയ, എങ്ങനെയാണ് മേയർക്കെതിരെ കോൺഗ്രസ് ഈ വിഷയം ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്? മേയറിന് മറുപടി എന്താണ്? ജീന, ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും വലിയ ചർച്ചയാവാറുണ്ട്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകാറുള്ള ഒരു ഇടമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, കൊച്ചി നഗരത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് മാലിന്യ പ്രശ്നം. പക്ഷേ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു എന്നാണ് മേയറിന്റെ അവകാശവാദം. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ അടക്കം വിളിച്ചുകൂട്ടി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്നുള്ള തരത്തിലുള്ള പ്രതികരണം മേയർ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഏകദേശം 200ഓളം ഭക്ഷ്യമാലിന്യങ്ങൾ എല്ലാ ദിവസവും എത്തുന്ന പ്ലാന്റാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് ട്രയൽ റൺ പൂർത്തിയാക്കി അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് മേയർ രാവിലെ അവകാശവാദവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ ഇതിൽ കോൺഗ്രസ് UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു പ്രതികരണം മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്, മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആണ് എന്നാണ് UDF ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ കൊച്ചിയിലെ മാലിന്യ പ്രശ്നം അത് ഒരു തരത്തിലും അത് പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ചിട്ടില്ല എന്നാണ് UDF അവകാശപ്പെടുന്നത്. ഈ 50 ടണ്ണോളം മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം മാത്രമേ അവിടെയുള്ളൂ. അതായത് പട്ടാള പുഴുക്കളെയൊക്കെ വെച്ച് മാലിന്യം സംസ്കരിക്കേണ്ട 50 ടണ്ണോളം മാലിന്യം സംസ്കരിക്കേണ്ട ഒരു രീതി മാത്രമേ നിലവിൽ അവിടെയുള്ളൂ. അത്തരത്തിലുള്ള സംവിധാനം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള മാലിന്യം സംസ്കരിക്കുന്നതിൽ വീണ്ടും ഇത്തരം അനിശ്ചിതത്വം തുടരുകയാണ്. അത് കൃത്യമായ രീതിയിൽ മാലിന്യ പ്ലാന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല, കൊച്ചിയുടെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, മേയറിന്റെ പ്രതികരണം, മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ്. മാത്രമല്ല,
ഇത്തരത്തിൽ കളക്ടർക്ക് പരാതി നൽകുക കൂടി UDF ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്നാണ് ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. അല്പം മുമ്പ് TJ വിനോദ് MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത് വീണ്ടും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരം ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വീണ്ടും വരികയാണ്.